അമേരിക്കൻ കമ്പനിയായ ഹെൽത്ത് സയൻസ് കേരളത്തിലെ പ്രമുഖ ഹോം കെയർ സേവനദാതാവായ കെയർ ആൻഡ് ക്യൂറിനു വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാൽ രൂപപ്പെടുത്തിയ നൂതന സോഫ്റ്റ്വെയർ കേരളത്തിൽ അവതരിപ്പിക്കുന്നതിനായുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കലും പ്രോഡക്റ്റ് ലോഞ്ചും ജനുവരി 28 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം ഹിൽട്ടൺ ഗാർഡനിൽ നടക്കും. ചടങ്ങിൽ മന്ത്രി പി രാജീവ് മുഖ്യ അതിഥിയായിരിക്കും. ഗോപിനാഥ് മുതുകാട്, ഡോക്ടർ ആർ റിജു എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തും. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനെയും സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയ മറ്റു വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ശിവകുമാർ പി, ഷിജു സ്റ്റാൻലി, ഹരി നമ്പൂതിരി എന്നിവർ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. പരിശീലനായി വീട്ടിൽ കിടക്കുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ വേണ്ട ശുശ്രൂഷ, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ റിമോട്ട് മോണിറ്ററിങ്ങിൽ കൂടിയും വേണ്ട ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പരിചരണം ഉറപ്പാക്കാം, തദ്വാര ആരോഗ്യ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാം എന്ന് ഉറക്കെ ചിന്തിക്കുകയാണ് ഈ രണ്ട് കമ്പനികളും. ഇതിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ ഇതം പ്രഥമമായാണ് ഇങ്ങനൊരു പരിപാടി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ രംഗത്ത് എങ്ങനെ മാറ്റം കൊണ്ടുവരാം. ഒരാൾക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഈ കമ്പനി. എൻ്റെ കൂടെ ഇതിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയ ശിവകുമാർ, അതുപോലെ തന്നെ ഷിജു സ്റ്റാൻലി, മാനേജിംഗ് ഡയറക്ടർ ഫോർ കെയർ ആൻഡ് ക്യൂർ. കഴിഞ്ഞ 25 വർഷമായി ആതുര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഷിജു സ്റ്റാൻലി. വളരെ താഴെക്കടയിൽ നിന്നും ഒരു നഴ്സായി വന്ന് ഒരു വ്യവസായ സംരംഭത്തിൻ്റെ ഉടമയായി മാറിയ വ്യക്തിയാണ് ശ്രീ ഷിജു സ്റ്റാൻലി. അതുകൂടാതെ ശ്രീ അനന്ത് നാഗനാഥൻ നമ്മുടെ കൂടെയുണ്ട്. അമേരിക്കയിൽ നിന്നും അദ്ദേഹം ഇന്നലെ ഇതിനായിട്ട് ഇവിടെ എത്തിയതാണ്. അദ്ദേഹമാണ് ഹെൽത്ത് സയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. ഏകദേശം 20 വർഷത്തിൽ പരം ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഹെൽത്ത് കെയർ രംഗത്തും സൈബർ സെക്യൂരിറ്റി മേഖലയിലും പ്രാവീണ്യം ഉള്ള മഹത് വ്യക്തിയാണ് ശ്രീ അനന്ത് നാഗനാഥൻ. അതുകൂടാതെ 28-ാം തീയതി ശ്രീ ഗോപിനാഥ് മുതുകാട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാനവികത ഇൻ ഹെൽത്ത് കെയറിനെ കുറിച്ച് വ്യക്തമായി ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ റിജു, പാലിയേറ്റീവ് കെയർ രംഗത്ത് വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ റിജു അന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട വ്യാവസായിക മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമ്മേളനം. തദവസരത്തിൽ ശ്രീ പുനലൂർ സോമരാജൻ, ശ്രീ വിനയേന്ദ്രൻ നായർ തുടങ്ങി ഒരുപാട് മഹത് വ്യക്തികളെ ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന പദ്ധതികളുമായി മുന്നോട്ട് വരുന്ന വ്യക്തികളെ ആദരിക്കുന്നതാണ്. ഈ നഴ്സിംഗ് രംഗത്തും ഹെൽത്ത് കെയർ രംഗത്തും കെയർ ആൻഡ് ക്യൂറുമായി പ്രവർത്തിക്കുന്ന, അതിൻ്റെ വർഷങ്ങളായി ഈ കെയർ ആൻഡ് ക്യൂറുമായി സഹകരിക്കുന്ന, എല്ലാ വീടുകളിലും പോയി ആതുര സേവനം നടത്തുന്ന പ്രമുഖ നഴ്സസിനെയും അസിസ്റ്റൻസിനെയും ആദരിക്കുന്നതാണ്. ഈ ഒരു ആദരവും കൂടാതെ ഈ ഹെൽത്ത് സയൻസും കെയർ ആൻഡ് ക്യൂറുമായിട്ടുള്ള ഒരു ടൈഅപ്പും മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഹിൽട്ടൺ ഹോട്ടൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. അമേരിക്കയിൽ ഇതിന് ഈ റിമോട്ട് പേഷ്യൻ്റ് മോണിറ്ററിങ് എന്ന കൺസെപ്റ്റ് തുടങ്ങിയിട്ട് തന്നെ അധികം നാളായിട്ടില്ല. അത് വളരെ വ്യക്തമായി അത് എക്സ്പീരിയൻസ് ചെയ്ത് അത്
ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കുകയും അത് ഇന്ത്യയിലേക്ക് ആ നൂതന സാങ്കേതിക വിദ്യ നമ്മൾ കൊണ്ടുവരികയുമാണ് ശ്രീ ആനന്ദ് ചെയ്യുന്നത് ഹെൽത്ത് സയൻസ് എന്ന കമ്പനി കൂടി. രണ്ടുപേർക്കും എൻ്റെ പേര് ഹരി നമ്പൂതിരി, ഞാൻ ഗ്ലോബൽ കൺസൾട്ടൻ്റ് ആണ്. ഞാൻ ഷിജു സ്റ്റാൻലിക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുവാനായിട്ട് മൈക്ക് നൽകുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഷിജു സ്റ്റാൻലി. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, സിറ്റിയിൽ പോകുമ്പോൾ പല സ്ഥലത്തും വിളിക്കൂ ഡോക്ടറും സംഘവും വീട്ടിലെത്തൂ എന്നുള്ള ഒരു ക്യാപ്ഷൻ പല സ്ഥലത്തും വച്ചിട്ടുണ്ട്. കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി വീട്ടിലൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റുമായി തുടങ്ങിയ ഒരു കമ്പനിയാണ് കെയർ ആൻഡ് ക്യൂർ. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു, ഹോം കെയർ മേഖലയിൽ, ഹെൽത്ത് കെയറിൽ പുതിയ ഇന്നോവേഷൻസ് എന്ത് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ വഴി കൊണ്ടുവരണമെന്ന്. അതിനുവേണ്ടി മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ആക്ച്വലി ദന്തൽ കെയർ അറ്റ് ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത്. വീട്ടിൽ പോയിട്ടുള്ള ദന്തൽ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എക്സ്റേ അറ്റ് ഹോം, വീട്ടിൽ പോയി എക്സ്റേ എടുക്കുന്ന സർവീസ് കേരളത്തിൽ ആദ്യമായി അതും കെയർ ആൻഡ് ക്യൂറാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ഹെൽത്ത് സയൻസിൻ്റെ CEO മിസ്റ്റർ ആനന്ദ് സാറുമായിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. അമേരിക്കയിൽ ഉള്ള ഈ സിസ്റ്റം എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഫലപ്രദമായി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്ച്വലി നല്ലൊരു ടെക്നോളജി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്നോളജി മാത്രം പോരാ, ടെക്നോളജിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം, മെഡിക്കൽ പ്രൊഫഷണൽസ് വേണം. അങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു വെഞ്ചറിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് പറയാം, ക്രോണിക് കെയർ മാനേജ്മെൻറ്റ്, അതായത് നാളുകളായിട്ടുള്ള അസുഖങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, മക്കൾ അടുത്തില്ല, അവരെല്ലാം പുറത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ വാല്യൂ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഇതെല്ലാം ചെറിയ ഒരു റിമോട്ട് മോണിറ്റർ വെച്ചുകൊണ്ട് സെൻട്രൽ ആയിട്ട് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടുകയും അബ്നോർമൽ വാല്യൂസ് എന്തെങ്കിലും വന്നാൽ, ഒരു ഷുഗർ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ സെൻട്രലി നമ്മുടെ ഓഫീസിലോ കിട്ടുകയും അതിനനുസൃതമായി അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. 24 hours ഒരു കോൾ സെൻറ്റർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രലി നമ്മുടെ മോണിറ്ററിങ് ഇതിനകത്ത് ഇവരുടെ എല്ലാം വാല്യൂസ് കിട്ടും. അതിന് അബ്നോർമൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ വിളിക്കുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരു സ്റ്റാഫ് പോയി അല്ലെങ്കിൽ ഡോക്ടർ പോയി ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ ടെക്നോളജി പരമായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ടെക്നോളജിയുടെ CEO ആയിട്ടുള്ള ആനന്ദ് സാർ സംസാരിക്കുന്നതാണ്. താങ്ക് യു എല്ലാവരും വന്നതിന്. താങ്ക്സ് ഫോർ യുവർ ടൈം. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ US-ലായിരുന്നു, സെറ്റിൽഡാണ്. പക്ഷെ അതിന് മുൻപ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. മോഡൽ സ്കൂളും ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജും പഠിച്ചിട്ട് അമേരിക്കയിൽ പോയതാണ് ഹയർ സ്റ്റഡീസിന്. മിക്കവരും പറഞ്ഞതുപോലെ IT ഫീൽഡിൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഭാഗ്യവശാൽ ഹെൽത്ത് കെയറിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും ട്രിവാൻഡ്രത്ത് ഒറ്റയ്ക്ക് കഴിയുന്നൊരു സമയമുണ്ടായിരുന്നു. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി പോലെ ഇവരെ നോക്കി അവരെ പല ഹെൽത്ത് ക്രൈസിസിൽ കൂടെ അവരെ മാനേജ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കെയർ ആൻഡ് ക്യൂറിനെയും അന്ന് പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായത്. ഈ എക്സ്പീരിയൻസ് കൂടെ പോയപ്പോഴും ഒരു കാര്യം മനസ്സിലായത്, ടെക്നോളജി ഉണ്ടെങ്കിൽ ഇതിലെ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് AI ഇവോൾവ് ചെയ്തു കഴിഞ്ഞ മെനി ഇയേഴ്സായിട്ട്. സോ AIയും വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ പ്രിവെൻറ്റീവ് കെയർ കോർഡിനേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഷിജു സാർ പറഞ്ഞ പോലെ ക്രോണിക് കെയർ ഇൽനെസ്സസ്, ഇത് പണ്ട് മിക്കവർക്കും 60 വയസ്സിന് മേളിൽ കോമൺ ആയിട്ട് വരുമായിരുന്നു. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് ഇപ്പോഴും സംഭവിക്കുന്നത് 30 വയസ്സിന് മേളിൽ ഒത്തിരി ആൾക്കാർക്ക് അത് വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈല് ഭയങ്കര ഹെക്ടിക് ആയതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് ആർക്കും അധികം അവരുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് വെരി ഏർലി ഏജിൽ തന്നെ എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ 50 വയസ്സിന് താഴെയുള്ള 2-3 പേര് കഴിഞ്ഞ 1-2 വർഷത്തിൽ മരിക്കും. ഇതിൻ്റെ ആകെയുള്ള റീസൺ ഈ കോർഡിനേഷൻ ഓഫ് കെയറും, അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസ്ക്രിപ്റ്റീവ് പ്രിവെൻറ്റേറ്റീവ് കെയറിനുള്ള ഗൈഡ് ലൈൻസും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കെയർ ആൻഡ് ക്യൂർ പോലത്തെ ഓർഗനൈസേഷൻസും ഇവിടുത്തെ പല ഹോസ്പിറ്റൽസിനും നമുക്ക് ഈ പല അസുഖങ്ങൾ മാനേജ് ചെയ്യാനും എനേബിൾ ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ മെയിൻ ഗോൾ ഹെൽത്ത് സയൻസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രിവെൻറ്റേറ്റീവ് കെയർ, ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. യങ്സ്റ്റേഴ്സിന് അതേ ദേ ക്യാൻ ലിവ് ലോങ്ങർ. ആൻഡ് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഹോം കെയർ, നമ്മുടെ ഷിജു സാറിൻ്റെ ഇവിടെയാണ് നമ്മൾ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നാളെ. പിന്നെ ലാബ് മാനേജ്മെൻറ്റ്, അതായത് ലാബ്സ്, സ്മോൾ ക്ലിനിക്സ്, അതായത് അലോപ്പതി ആവാം, ആയുർവേദ ആവാം, ഹോമിയോപ്പതി ആവാം, ആൻഡ് ഹോസ്പിറ്റൽസ്. ഇവർക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഷിജു സാർ പറഞ്ഞ പോലെ ഈ ഒത്തിരി പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ആൾക്കാരും ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോകുമ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് മോണിറ്റർ ചെയ്യാനാണ് ഈ കെയർ ആൻഡ് ക്യൂർ പോലത്തെ ഓർഗനൈസേഷൻസ് ഉള്ളത്. അവർക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മാനേജ് ചെയ്ത് പേഷ്യൻ്റ് ഔട്ട്കംസ്, അതായത് പേഷ്യൻസിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. സോ നാളെയാണ് ഇവൻറ്റ്, എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശിവ സാറിനും. നമസ്കാരം. സോ എൻ്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ ഹെൽത്ത് സയൻസിൻ്റെ ഹെഡ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. സോ ആനന്ദ് സാറും ഷിജു സാറും പറഞ്ഞതുപോലെ തന്നെ റിമോട്ട് പേഷ്യൻ്റ് മോണിറ്ററിങ്ങും ക്രോണിക് കെയർ മാനേജ്മെൻറ്റും പ്രിവെൻറ്റീവ് കെയർ ഇതൊക്കെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ ഫോക്കസ്. അതുപോലെ തന്നെ നേരത്തെ ഷിജു സാർ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു വളർന്നു വരുന്ന സമൂഹമുണ്ട്, 20, 30, 40 വയസ്സുള്ളത്. അവർക്ക് ഡയബറ്റിസും സ്ട്രോക്കും ഒക്കെ വന്ന് ഇപ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു ടെക്നോളജി സൊല്യൂഷനാണ് ഞങ്ങൾ കെയർ ആൻഡ് ക്യൂർ കൂടി ഒത്തുചേർന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ വൈകുന്നേരം ജനുവരി 28 5 മണിക്കാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ പ്രോഡക്റ്റ് ലോഞ്ചും കെയർ ആൻഡ് ക്യൂറുമായിട്ടുള്ള MOU സൈനിങ് സെറമണിയും. സോ എല്ലാവരും വന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നാളെ വൈകുന്നേരം 5 മണിക്കാണ്, ഒന്ന് നോട്ട് ചെയ്യുക. ശ്രീ ഗോപിനാഥ് മുതുകാടും ഡോക്ടർ റിജു മാത്യുവുമായിരിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ശ്രീ വ്യാവസായിക വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ഇത് ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ശ്രീ പുനലൂർ സോമരാജൻ, ഡോക്ടർ റിജു മാത്യു, മിസ് ആതിര HR രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ്, സുരേഷ് ഭായ്, മിസ്റ്റർ ചാക്കോ, ഡോക്ടർ ചാക്കോ. പ്രമുഖ വ്യക്തികളെ നമ്മൾ ഇവിടെ ആദരിക്കുന്നതാണ്. നാളെ വൈകുന്നേരം എല്ലാവരും വരിക, ഇത് വിജയിപ്പിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഇതിനൊരു ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയേണ്ടത്, എല്ലാവരും അറിയേണ്ടത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പരിപാടികളെല്ലാം കാണും, മറ്റ് തിരക്ക് പരിപാടികൾക്ക് ഇടയിലും ഇത് വന്ന് ഇതിന് വേണ്ട പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ കവറേജ് നടത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. നേരത്തെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ഇൽനെസ് മാനേജ്മെൻറ്റ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നാലും അത് മാത്രമല്ല, പൊതുവേ തന്നെ ആർക്കെങ്കിലും ഒരു മോണിറ്ററിങ് വേണം. നിങ്ങളുടെ പലർക്കും, പല ആൾക്കാരും പ്രവാസികളായിട്ടുള്ളവരുണ്ട്, പല
ആൾക്കാരും അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം ഈ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ കെയർ ആൻഡ് ക്യൂറുമായിട്ടുള്ള ടൈഅപ്പും ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരിചരണം കഴിഞ്ഞ 4 വർഷമായി കെയർ ആൻഡ് ക്യൂറാണ് നടത്തുന്നത്. അതുകൊണ്ട് അസന്നിഗ്ധമായി എനിക്കത് പറയാൻ പറ്റും. ഹെൽത്ത് സയൻസുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമുണ്ട്. അവർ പരീക്ഷിച്ചു, അമേരിക്കയിൽ പരീക്ഷിച്ചു, അത് വിജയം കണ്ടു. അത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അമേരിക്കയും ഇന്ത്യയുമായുള്ള ഒരു ഉടമ്പടി കൂടി ആവട്ടെ. ഈ സൗഹൃദം വിജയിക്കട്ടെ. ഹെൽത്ത് കെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.